അയ്യോ, ഇത് എന്തുവാ എന്റെ കുഞ്ഞിന് പറ്റിയത്? നാട്ടുകാരെ ഓടിവായോ, എന്റെ കൊച്ചിന് തീരെ വയ്യ, അവളിതാ ഇവിടെ വീണ് കിടക്കുന്നേ, ഓടിവായോ നാട്ടുകാരെ. എന്താ മൂപ്പ എന്തിനെ അല്ലാതെ വിളിക്കുന്നേ? എന്റെ ദാമു, നീ കണ്ടു ഇത്? എന്ത്? എന്റെ പൊന്നു മോളി ഇവിടെ വീണ് കിടക്കുന്നു. അയ്യോ മൂപ്പ, ഇത് നമ്മുടെ സുഭദ്രദേവി അല്ലേ? അതേടാ, നമ്മളിപ്പോ എന്തുവാ ചെയ്യാ? നീ നാട്ടുകാരെ വിളിച്ചു കൂട്ട്, ഇവൾ എത്രയും പെട്ടെന്ന് നമുക്ക് പട്ടണത്തിൽ എത്തിക്കണം. അയ്യോ മൂപ്പൻ എന്ത് മടുത്തര ഈ പറയുന്നേ? പിന്നെ ഞാൻ എന്തുവാടാ ചെയ്യണ്ടേ എന്റെ കുഞ്ഞ്? അയ്യോ മൂപ്പനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്തുവാടാ പറയടാ? അത് പിന്നെ ഇപ്പൊ ഈ കാര്യം ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നീ പറഞ്ഞു വരുന്നത് എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുഭദ്ര എന്ന് പറഞ്ഞാല് നമ്മുടെ കാട്ടിലെ ദേവിയാണ്. അതെ, ദേവി ഇങ്ങനെ തലകറങ്ങി വീണെന്ന് പറഞ്ഞാ നാട്ടുകാർക്ക് അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരിക്കും. അതുകൊണ്ട് പട്ടണത്തിൽ കൊണ്ടുപോയാ നാട്ടുകാർ മുഴുവൻ അറിയും. അതുകൊണ്ട് ഞാനിപ്പോ എന്തുവാ ചെയ്യണ്ടേ? നീ എന്തുവാ പറയുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതിപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നമ്മുടെ കാട്ടുമൂപ്പത്തിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലത്. അതേ അതേ നടക്കൂ. കാട്ടിലുണ്ടല്ലോ ഒരു വൈദ്യര്, അവിടെ പോവാം. കാട്ടുമൂപ്പത്തിയുടെ അടുത്ത് കൊണ്ടുപോയാൽ അറിയാം എന്താണ് സുഭദ്രയുടെ പ്രശ്നമെന്ന്. ഷോ അവളെടുത്തോ. അവൾ അല്ലെങ്കിൽ ഒരു കിളി പോയ സാധന, അതിന്റെ അടുത്തെ കൊണ്ടുപോകേണ്ടത്. കാട്ടിലുള്ളവർക്ക് രോഗം വന്നാല് കാട്ടുമൂപ്പത്തിയുടെ അടുത്തല്ലേ കൊണ്ടുപോകല്. ഇതും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം, അതാ നല്ലത്. അച്ഛേ, അവളെടുത്തോ. അതേ അല്ലാതെ വേറെ വഴിയില്ല. സുഭദ്ര ദേവിയായ സ്ഥിതിക്ക് നാട്ടുകാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാല് വല്ലാതെ ബഹളം ഉണ്ടാക്കും. പിന്നീട് ഇത് നമ്മുടെ ദേവിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആർക്കും സുഭദ്രയോട് ഭക്തിയും വിശ്വാസവും സ്നേഹവും ഒന്നും ഉണ്ടാവില്ല. ദേവിമാർക്ക് സുഖമില്ലാതാവോ? ഓ, നീ പറയുന്നതില് ശരിയുണ്ട്. അതേ എന്നാ വാടാ, പിടിക്കുവളെ, നമുക്ക് എത്രയും പെട്ടെന്ന് കാട്ടുമൂപ്പത്തിയുടെ അടുത്ത് എത്തിക്കാം. ഒരു നിമിഷം നീ എങ്ങോട്ട് പോകുക? ഞാന് സുഭദ്രാദേവിയെ കടത്താനുള്ള കട്ടിലെടുത്തിട്ട് വരാം. ശരി, വേഗം പോയിട്ട് വാ. എന്റെ പൊന്നു മൂപ്പൻ ഇങ്ങനെ കഴിയാതെ എല്ലാം ശരിയാവും. സുഭദ്ര മോളെ, എഴുന്നേക്ക് മോളെ, അച്ഛനാ വിളിക്കുന്നേ. ഈശ്വര, എന്റെ കുട്ടിക്ക് ഇത് എന്താ പറ്റിയേ? നടക്ക്. അശോ, എന്റെ പൊന്നു മോള്. എന്റെ പൊന്നു കാട്ടുമൂപ്പത്തിയുടെ അടുത്ത് എത്തി എല്ലാം ശരിയാവും. മൂപ്പനങ്ങ് നടക്ക്. ശരി. എന്റെ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ എന്തുവാ? പോകുന്ന വഴിക്ക് ആരും ഇത് കാണരുത് എന്നതാണ് എന്റെ പ്രാർത്ഥന. അതെന്തുവാ കണ്ടാല്? ഈ മൂപ്പൻ എന്താ കിളി പോയോ? എന്റെ പൊന്നു ഇത്രയും കാലം മൂപ്പൻ കെട്ടിപ്പണിത് കൊണ്ടുവന്ന ആ കൊട്ടാരം ഒറ്റയടിക്ക് തകർന്നു പോകില്ലേ? മൂപ്പൻ ഇത്രയും കാലം ജീവിച്ചാൽ തന്നെ സുഭദ്ര ദേവിയാണെന്ന് പറഞ്ഞിട്ടല്ലേ? ദേവിക്ക് കൊടുക്കുന്ന പൂജയുടെ പൈസ കൊണ്ടല്ലേ മൂപ്പൻ ഇത്രയും കാലം ജീവിച്ചത്? അതേടാ, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും നീ പറഞ്ഞത് ശരിയാ. ഇരു ചെവി അറിയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് സുഭദ്രയെ അവിടെ എത്തിക്കണം. അതെ, എന്നാ നടക്കും കാട്ടുമൂപ്പത്തി. ഓ, ആ പിശാശി ഇത് എവിടെ പോയി കിടക്കായിരിക്കും? നാട് തണ്ടാൻ പോയതായിരിക്കും അവള്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല ദാമു. ആടെ നിക്ക് നമുക്കൊന്ന് വിളിച്ചു നോക്കാം, ഇവിടെ ഉണ്ടാവും. പൊന്നു കണ്ണത്തെ വെള്ളം തുടക്കി. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ എന്റെ പൊന്നു മോളെ. അശോ, എന്താ പറ്റിയെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് കരഞ്ഞാ പോരെ? അതല്ലടാ, കുറച്ചു ദിവസമായിട്ട് എന്റെ കുട്ടിക്ക് തീരെ വയ്യ, ഛർദിയും തലകറക്കും തന്നെയാ. അശോ, എന്റെ മോൾക്ക് ഇത് എന്താ പറ്റിയേ? ആടെ നിക്ക് മൂപ്പത്തി വരട്ടെ. അണ്ണൊന്ന് തുടക്കി മൂപ്പത്തി കാട്ടുമൂപ്പത്തി. കാട്ടുമൂപ്പത്തി. അത് പിന്നെ കാട്ടുമൂപ്പത്തി, എനിക്കറിയാൻ പാടില്ല. ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാട്ടില് വീണ് കിടക്കുന്നത് കണ്ടതാ. അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഒന്ന് മൂപ്പത്തി നോക്കിയിട്ട് പറയണം എന്താണ് ഇവളുടെ പ്രശ്നം എന്ന്. മൂപ്പത്തി, എന്റെ കുഞ്ഞിന് ഇത് എന്താ പറ്റിയിട്ടുണ്ടാവാ? അത് കഞ്ഞിയും പയറും. അതെ, അത് തന്നെയാ കഴിക്കാറ്. അത് പിന്നെ മൂപ്പത്തി, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത ഛർദിയാ. ഇപ്പതേ കാട്ടില് തലകറങ്ങി വീണതാ തോന്നണോ? ശരി മൂപ്പത്തി. ഇതെന്താ മൂപ്പത്തി, ഞാൻ
കാര്യമില്ല സുഭദ്ര, ഞാനതറിഞ്ഞു. ആരാ ഉത്തരവാദി? വേഗം പറ. അയ്യോ, അത് പിന്നെ ഓങ്കാരാങ്ക ഓങ്കാരാങ്ക ഓങ്കാരാങ്ക. വേണ്ട, ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. എന്നാ പറ, ആരാണ് ആരാണ് ഉത്തരവാദി? അത് പിന്നെ കാട്ടിലത് കിണർ കുത്താൻ വന്ന രാമൻ. മൂപ്പത്തി എന്റെ കൊച്ചിന് ഇത് എന്തുവാ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ മൂപ്പനൊരു പേരക്കുട്ടി വരുന്നു. എന്ത് എന്താ കാട്ടുമൂപ്പത്തി പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പേരക്കുട്ടിയോ? അതെ, സുഭദ്ര ദേവി ഗർഭിണിയാണ്. ഹലോ കൂട്ടുകാരെ, പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. ഇപ്പൊ കുറച്ചായിട്ട് നമ്മുടെ വീഡിയോസിന് വളരെ വ്യൂസ് കുറവാണ്, ലൈക്ക് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. കൂട്ടുകാർക്ക് നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെടാത്തതാണോ എന്താ ഒന്നും അറിയില്ല. കൂട്ടുകാർ മറക്കാതൊന്ന് കമന്റ് ചെയ്തേക്കണേ, നമ്മുടെ സ്റ്റോറി ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും. പിന്നെ കൂട്ടുകാരെ, കുറച്ച് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിരുന്നു. അപ്പൊ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഹായ് പറയുന്നതായിരിക്കും. ആരോടൊക്കെയാണ് ഞാൻ ഹായ് പറയേണ്ടതെന്ന് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണേ. അവരോടൊക്കെ നാളെ ഞാൻ ഹായ് പറയുന്നതായിരിക്കും. എന്നാൽ ശരി കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ. ഹലോ, പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.